1 ദിനവൃത്താന്തം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരേദ്, ഹനോക്ക്, മെഥുശലേഹ്, ലാമെക്ക്, നോഹ, ശേം, ഹാം, യാഫത്ത്. യാഫത്തിന്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്, തീരാസ്. ഗോമേറിന്റെ പുത്രന്മാർ അശ്കെനേസ്, രീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ എലീശ, തർശീശ്, ഖിത്തീം, ദോദാനീം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ത, രമ, സബേഖ. രമയുടെ പുത്രന്മാർ ശെബ, ദെദാൻ. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു. മിസ്രയീമോ ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തുഹീം, പത്രൂസീം, കസ്ലുഹീം. ഇവരിൽ നിന്ന് ഫെലിസ്തർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തന്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യെബൂസി, അമോരി, ഗിർഗശി, ഹിവി, അർക്കി, സീനി, അർവാദി, സമാരി, ഹമാത്തി എന്നിവരെ ജനിപ്പിച്ചു. ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശ്ശൂർ, അർപ്പക്ഷദ്, ലൂദ്, അരാം, ഊസ്, ഹൂൾ, ഗേഥേർ, മേശക്. അർപ്പക്ഷദ് ശേലഹിനെ ജനിപ്പിച്ചു. ശേലഹ് ഏബേരിനെ ജനിപ്പിച്ചു. ഏബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തനു പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. അവന്റെ സഹോദരനു യൊക്താൻ എന്നു പേർ. യൊക്താനോ അൽമോദാദ്, ശേലഫ്, ഹസർമവെത്ത്, യാരഹ്, ഹദോരാം, ഊസാൻ, ദിക്ല, ഏബാൽ, അബിമായേൽ, ശെബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ. ശേം, അർപ്പക്ഷദ്, ശേലഹ്, ഏബർ, പേലഗ്, രയു, ശെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം. ഇവൻ തന്നെ അബ്രഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസഹാക്ക്, ഇശ്മായേൽ. അവരുടെ വംശപാരമ്പര്യമാവിത്. ഇശ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്മേയേൽ, മിബ്ശാം, മിഷ്മ, ദൂമ, മസ, ഹദദ്, തേമ, യതൂർ, നാഫീഷ്, ഖേദാമ. ഇവർ ഇശ്മായേലിന്റെ പുത്രന്മാർ. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെതൂരയുടെ പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാഖ്, ശൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. യോക്ഷാന്റെ പുത്രന്മാർ ശെബ, ദേദാൻ. മിദ്യാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദായ. ഇവരെല്ലാവരും കെതൂരയുടെ പുത്രന്മാർ. അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു. ഇസാഖിന്റെ പുത്രന്മാർ യേശാവ്, ഇസ്രായേൽ. യേശാവിന്റെ പുത്രന്മാർ എലീഫാസ്, രയൂവേൽ, യെയൂഷ്, യലാം, കോരഹ്. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗെഥാം, കെനസ്, തിമ്ന, അമാലേക്ക്. രയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ശമ്മ, മിസ്സ. സേയീരിന്റെ പുത്രന്മാർ ലോതാൻ, ശോബാൽ, സിബെയോൻ, അന, ദീശോൻ, യേസർ, ദീശാൻ. ലോതാന്റെ പുത്രന്മാർ ഹോരി, ഹോമാം. തിമ്ന ലോതാന്റെ സഹോദരിയായിരുന്നു. ശോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മാനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബെയോന്റെ പുത്രന്മാർ അയ്യ, അന. അനയുടെ പുത്രന്മാർ ദീശോൻ. ദീശോന്റെ പുത്രന്മാർ ഹമ്രാൻ, എബ്ഷാൽ, യിത്രാൻ, കെരാൻ. യേസേരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീശാന്റെ പുത്രന്മാർ ഊസ്, അരാൻ. ഇസ്രായേൽ മക്കളെ രാജാവ് വാഴും മുമ്പേ ഏദോം ദേശത്ത് പോണ രാജാക്കന്മാരാരെന്നാൽ ബേയോരിന്റെ മകനായ ബേല. അവന്റെ പട്ടണത്തിനു ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി. യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂശാം അവനു പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം ബദദിന്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി. അവൻ മോവാബ് സമഭൂമിയിൽ മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരനായ സമ്ല അവനു പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള
രഹോബോത്ത് പട്ടണക്കാരനായ ശൌൽ അവന് പകരം രാജാവായി. ശൌൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. ബാൽഹാനാൻ മരിച്ച ശേഷം ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിനു പായി എന്നും ഫായതയ്ക്ക് മെഹാതാബേൽ എന്നും പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. ഹദദും മരിച്ചു. ഏദോമ്യ പ്രഭുക്കന്മാരാവിത്: തിമ്ള പ്രഭു, അല്യ പ്രഭു, യദേത്ത് പ്രഭു, ഒഹിലിബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈര പ്രഭു. ഇവരത്രേ ഏദോമ്യ പ്രഭുക്കന്മാർ.